ഹലോ മക്കളെ, ഞാൻ സാറാണ്. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ 4 മാർക്കിന് ഷുവർ ക്വസ്റ്റിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രിപ്പയർ എ ഷോർട്ട് ഓൺ ദ സ്ട്രഗിൾ ഫോർ സിവിൽ ലിബർട്ടി അല്ലെങ്കിൽ സിവിൽ റൈറ്റ്. നമ്മുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി നമ്മുടെ കേരളത്തിൽ നടത്തിയ പ്രധാനപ്പെട്ട സമരങ്ങൾ അതിൽ ഏതൊക്കെയാണ് മക്കളെ? ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. ഇത് മൂന്നും നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി മനസ്സിലാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവായൂർ സത്യാഗ്രഹവും അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം. എന്താണ് ഈ രണ്ട് സമരങ്ങൾ? ഇതിന്റെ കൂടുതൽ ഒന്നുകൂടി മേൽമുണ്ട് സമരം അല്ലേ? എന്താണ് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ? ഇതിനു വേണ്ടിയായിരുന്നു സ്ത്രീകൾക്ക്, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം, മേൽമൂടി ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി നടത്തിയ മൂവ്മെന്റ് സമരമാണെന്ത്? അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ പഠിച്ചു വെക്കുക. അതിൽ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വൈക്കം സത്യാഗ്രഹം. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. എക്സാമിൽ 4 മാർക്ക് ഡയറക്റ്റ് ചോദ്യമായി ചോദിക്കാൻ സാധ്യതയാണ്. വൈക്കം സത്യാഗ്രഹം എന്തിനു നടന്നു? അപ്പോൾ എപ്പോഴും ആലോചിക്കുന്ന വൈക്കം ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള നടവഴി, അതിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്ക് നടക്കാൻ, സഞ്ചരിക്കാൻ അവകാശം ഉണ്ടായിരുന്നു അല്ലേ? റൈറ്റ് ടു ട്രാവൽ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണെന്ത്? വൈക്കം സത്യാഗ്രഹം അല്ലേ? ആരൊക്കെയായി സമരത്തിന് എന്നായി സമരം നടന്നത്? മാർച്ച് 30, 1924 വർഷം പഠിച്ചു വെക്കുക. ആരൊക്കെയാണ് പ്രധാന ലീഡേഴ്സ്? ദി സത്യാഗ്രഹ വാസ് ലെഡ് ബൈ ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവൻ. ഇനി 3 ആളുകളാണ് ഈ സമരത്തിൽ നിന്ന് നൽകി അല്ലേ? അവസാനം എന്താണ്? നമ്മുടെ മഹാത്മാഗാന്ധിയുടെ എന്താണ് ഒരു ഇടപെടലോട് കൂടിയാണ് ഈ സമരം എന്ത് ചെയ്യുന്നത്? കോംപ്രമൈസ് ആവുന്നു. അതിലൂടെ നടക്കാനുള്ള അവകാശം ലഭ്യമാവുന്നു അല്ലേ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂർ സത്യം എന്തായിരുന്നു? ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഹിന്ദു മതത്തിൽപ്പെട്ട എല്ലാ അല്ലെങ്കിൽ എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്ക് എന്ത് ലഭ്യമായിരുന്നില്ല? പ്രവേശനം ലഭ്യമായിരുന്നു അല്ലേ? ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്ക് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. എന്നാൽ അത് ലഭ്യമാകാൻ വേണ്ടി നടത്തിയ മൂവ്മെന്റ് ആണെന്ന് ഗുരുവായൂർ സത്യാഗ്രഹം. അത് മാത്രമല്ല, അവിടെ എന്തുകൊണ്ട് 1931 ഈ സമരം നടക്കുന്നത്? ആരൊക്കെ ഇതിന്റെ ലീഡേഴ്സ്? കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള. അവരൊക്കെ ബ്രൂട്ടലി അവർക്ക് വലിയ പരിക്കേൽപ്പിട്ടുണ്ട്. കെ കേളപ്പൻ നേതൃത്വത്തിലാണ് മരണം വരെ നിരാഹാരം കടക്കുക എന്ന സമരം. കെ കേളപ്പൻ സൈഡ് ഫാസ്റ്റ് ഡെത്ത് അല്ലേ? മരണം വരെ നിരാഹാരം കടക്കുക എന്നുള്ള സമരം കെ കേളപ്പൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് കെ കേളപ്പൻ നമ്മൾ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത് അല്ലേ? നമ്മുടെ വൈക്കം സത്യാഗ്രഹമാണെങ്കിലും ഗുരുവായൂർ സത്യാഗ്രഹമാണെങ്കിലും ഒക്കെ മുന്നിൽ തന്നെ ആരുണ്ട്? കെ കേളപ്പൻ എന്ന പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ അവസാനം എന്താണ്? ക്ഷേത്ര പ്രവേശന വിളംബരത്തിലെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനിലൂടെയാണ് ശരിക്കും എന്ത് ചെയ്യുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ വിഭാഗം ആൾക്കും പ്രവേശിക്കാനുള്ള അനുമതി ലഭ്യമായത്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും നന്നായി പഠിച്ചു വെക്കുക. എക്സാമിന് 100% ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പാലിയം സത്യാഗ്രഹം നമ്മൾ പറഞ്ഞ പാലിയത്തച്ഛൻ്റെ കൊച്ചിയിലെ ദേവാനായ പാലിയത്തച്ഛൻ്റെ വീടിൻ്റെ മുന്നിലൂടെയുള്ള റോഡിലും ഇതേപോലെ എന്താണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്ക് നടക്കാനുള്ള അവകാശം നൽകിയിരുന്നില്ല. അതിനുവേണ്ടി നടത്തിയ മൂവ്മെന്റ് ആണ് പാലിയം സത്യാഗ്രഹം. 3 എന്ത് ചെയ്യുക? കറക്റ്റ് പഠിച്ചു. 4 കറക്റ്റ് പഠിച്ചു വെക്കുക. അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. എക്സാമിന് ഷുവർ കട്ട് നമുക്ക് ഈ ടോപ്പിക് ഒരു ചോദ്യം ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എൻ്റെ പൊന്നുമക്കൾ നന്നായി പഠിക്കുക. അതിൻ്റെ ഒരു ഒറ്റ കാര്യം കൊണ്ട് നിഹാൽ സാർ വാരം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ എന്ത് ചെയ്യുക? ജസ്റ്റ് യൂട്യൂബ് എടുക്കുക, നിഹാൽ സാർ സെർച്ച് ചെയ്യുക, എന്ത് ചെയ്യുക? പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റിലൊക്കെ വരും ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആൻഡ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല മക്കളായിട്ട് പഠിക്കുക. ആൻഡ് ബാക്കി നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്യും.